ദൈവത്തിൻ്റെ സ്വസ്ഥത, ആ സ്വസ്ഥതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട, കരുതേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ പ്രവേശിക്കണം. അല്ലെങ്കിൽ പൂർവപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റും. അവർ രക്ഷിക്കപ്പെട്ടു, അവർ സാത്താൻ്റെ നിഴലായ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ചെങ്കടലിൽ സ്നാനമേറ്റു, മോശയോടുകൂടെ മരുഭൂമിയിൽ വന്നു. എങ്കിലും വചനം കേട്ടവർ, ദൂത് കേട്ടവർ അത് ധ്യാനിക്കായ കൊണ്ട്, പ്രായോഗിക ജീവിതത്തിൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ട്, അവരിൽ അത് വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, അവരിൽ ചിലരെ പോലെ നിങ്ങൾ ദുർമോഹികളാകരുത്, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്, നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അപ്പോൾ ഗൗരവമായ വിഷയത്തിലേക്ക് ഈ ഒരു നിസ്സംഗഭാവം നമ്മളെ കൊണ്ടുപോകും. അതിനുള്ള പോംവഴി എന്താണ്? പോംവഴി 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം തന്നെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? അതിനൊരാൾ സഹായിക്കും. അദ്ദേഹം ഹെബ്രായ ലേഖനത്തിൽ വെളിപ്പെടുന്നത് മഹാപുരോഹിതനായിട്ടാണ്. നമ്മുടെ ദൈവപുത്രനായ യേശു കർത്താവ് ആകാശത്തിൽ കൂടി കടന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. മഹാപുരോഹിതൻ തിരശീല കടന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നത് പോലെ യേശു കർത്താവ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പാൻ ആകാശമെന്ന തിരശീല കടന്ന് സ്വന്തം രക്തവുമായി പിതാവിൻ്റെ അടുത്ത് പോയി വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതുകൊണ്ട് ധൈര്യത്തോടെ സ്വീകാരം എന്ന് പറഞ്ഞാൽ കേട്ട വചനം അത് വിശ്വസിച്ച് ഏറ്റുപറയുക, മുറുകെ പിടിച്ചുകൊള്ളുക. എങ്ങനെയാണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്? ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് സ്വസ്ഥത തരാൻ ചിലപ്പോൾ അസ്വസ്ഥത വരുത്തിയെന്നിരിക്കും. അസ്വസ്ഥതയായിട്ട് തോന്നും, പക്ഷെ അത് സ്വസ്ഥതയിലേക്കുള്ള നടപ്പാണ്. ജോസഫിന് അസ്വസ്ഥത തോന്നി, പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നു അവൻ സ്വസ്ഥനായി. മോശ അസ്വസ്ഥനായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു. പിന്നീടോ അവൻ്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചു. ദാനിയേൽ അസ്വസ്ഥനായി, പക്ഷേ അവൻ ജനത്തിന് സ്വസ്ഥത കൊടുക്കുന്നവനായി. ജോസഫിനെ നോക്കിക്കുക, അവൻ്റെ വാഗ്ദത്തം നക്ഷത്രങ്ങൾ അവനെ കുമ്പിടുമെന്നായിരുന്നു. ഇപ്പം ആകാശം പോലും കാണാൻ പറ്റാത്ത വണ്ണം, നക്ഷത്രം പോട്ട് ആകാശം പോലും കാണാതെ വണ്ണം അവൻ കുണ്ടറയിൽ കിടക്കുക. ദാനിയേൽ വചനത്തിലെ കട്ടിയായ ആഹാരം ലഭിക്കേണ്ടതിന്, അല്ലെങ്കിൽ വെളിപ്പാടുകളുടെ ഏറ്റവും അറ്റത്തുള്ളത് പറയേണ്ടതിന് അനുദിന ജീവിതത്തിലെ കട്ടിയായ ആഹാരം അവൻ ഒഴിവാക്കി. മോശെ ദൈവത്തിന് ബോധിച്ച ലീഡറാകേണ്ടതിന് അവൻ പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് ബോധിച്ച ആരെയെങ്കിലും വേറെ അന്വേഷിക്കണേ. കണ്ടോ, അസ്വസ്ഥതകൾ അവരുടെ ജീവിതത്തിൽ ആത്മാവിൽ വരുത്തിയ സ്വസ്ഥത കണ്ടോ? അപ്പോൾ സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു വീട് വെച്ച് മതിൽ കെട്ടി പട്ടികളെയും വളർത്തി ബാങ്കിൽ പൈസ ഉണ്ട്, മാസാമാസം ചെലവിനെല്ലാം ഉണ്ട്, അങ്ങനെ കഴിയുന്നതാണോ? പ്രാർത്ഥനയും പാട്ടുമായിട്ട് കഴിയുന്നതാണോ സ്വസ്ഥത? അത് സ്വസ്ഥതയല്ല. അങ്ങനെയാണെങ്കിൽ ദൈവമില്ലാതെ തന്നെ എത്രയോ പേര് കഴിയും. ആ സ്വസ്ഥത അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ദൈവത്തിന് വേണ്ടി മതിൽ പൊളിച്ചവർ, ദൈവത്തിന് വേണ്ടി ചിതറിച്ചവർ, അവർ വചനത്തിലെ സ്വസ്ഥത കിട്ടുവാൻ തക്കവണ്ണം ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടവരായി മാറി. ദാവീദ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ രാജാവാകും എന്ന് അഭിഷേക തൈലം ഒഴിച്ച് വാഗ്ദത്തം കിട്ടിയവൻ, പിന്നീട്
രാജകൊട്ടാരത്തിൽ പാർപ്പാൻ അവസരം കിട്ടിയവൻ ഒരു കിന്നര വായനക്കാരനായി. പിന്നീട് രാജാവിൻ്റെ മകളെ കെട്ടാനും സഹസ്രാധിപനാകാനും അവസരം കിട്ടിയവൻ. അവൻ ഒരിക്കലും കർത്താവിനോട് ചോദിക്കില്ല, കർത്താവേ എൻ്റെ വാഗ്ദത്തം എന്ന് കിട്ടും, ഈ മനുഷ്യൻ മരിച്ചിട്ടേ എനിക്ക് പറ്റത്തുള്ളൂ, ഇവൻ എന്നെ ഉപദ്രവിക്കുന്നല്ലോ. അവനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ പരീക്ഷാ ദിനത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. പാലും തേനും ഒഴുകുന്ന ദേശം നീ എപ്പോൾ തരുമെന്നാണ് അവരോട് ചോദിക്കുന്നത്. നീ കുറേ നാളായല്ലോ ഞങ്ങൾക്കിതൊക്കെ തരാമെന്ന് പറയുന്നു, എപ്പോൾ തരും? നീ മുന്തിരിത്തോട്ടം തരാമെന്ന് പറഞ്ഞു, വീഞ്ഞ് തരാമെന്ന് പറഞ്ഞു, നല്ല ഫുഡ് തരാമെന്ന് പറഞ്ഞു, ആകെ ഈ മന്ന തന്നെ തന്നുകൊണ്ട് നീ എന്തോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. സ്വർഗീയ വെളിച്ചം, സ്വർഗീയ ഭക്ഷണം, ദൂതന്മാർ കഴിക്കുന്ന ഭക്ഷണം, സ്വർഗീയ നടത്തിപ്പ്, പരിശുദ്ധാത്മാവ്, വചനം, ദൈവത്തിൻ്റെ ദൂത്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പാറയിലെ വെള്ളം. അവർ നാളെ സന്തോഷിക്കാനിരിക്കുക. കാനാൻ ദേശത്ത് പോയി മതിലും കെട്ടി വീടും വെച്ച് കുടുംബമായിട്ട് കഴിയാൻ പ്ലാൻ ചെയ്തിരിക്കുക. കർത്താവ് പറഞ്ഞു, ഇന്ന് നാളത്തെ വാഗ്ദത്തത്തെ ഓർത്ത് ഇന്ന് സന്തോഷിക്കണം. അതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ നായകനാരാണ്? യേശു കർത്താവ്. പൂർത്തി വരുത്തുന്നവരാണ് യേശു കർത്താവ്. കണ്ടാ, വചനത്തിൽ നിന്ന് വചനത്തിലേക്ക്, വചനത്തിൽ നിന്ന് അരുളപ്പാടിലേക്ക്. ഒരുത്തൻ വചനത്തിലേക്ക് വരുമ്പോൾ, വചനത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ഇവിടെ പറയുന്നത് ജീവനും ചൈതന്യവുമുള്ള. ജീവനുള്ള എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന, മരിച്ചവനെ ജീവിപ്പിക്കുന്ന. ചൈതന്യമുള്ളതെന്ന് പറഞ്ഞാൽ ജീവിച്ചവൻ പിന്നെ എന്തെങ്കിലും വിഷയമെന്ന് മരിച്ചാൽ അവനെ വീണ്ടും ജീവിപ്പിക്കുന്ന, നടത്തുന്ന. യാക്കോബിനെ നോക്കിക്കേ, യാക്കോബ് ജീവനുള്ളവനായിരുന്നു, ഇസ്രയേലായി മാറി. എങ്കിലും ജോസഫ് മരിച്ചെന്ന് കേട്ടപ്പോൾ 22 വർഷങ്ങൾ ചൈതന്യമില്ലാത്തവനായി. പക്ഷെ മിസ്രയീമിൽ നിന്ന് ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ വീണ്ടും അവന് ചൈതന്യം വന്നു. ഇതുപോലെ വചനത്തിൻ്റെ ഒരു വെളിപ്പാട് സഭായോഗത്തിനിടയിൽ, കൺവെൻഷനിടയിൽ, വചനധ്യാനത്തിനിടയിൽ വന്നൊന്ന് തട്ടിയാൽ ചൈതന്യം വരുത്തും. ജീവനും ചൈതന്യമുള്ളത്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ഏതാണ് ഈ വാളെന്ന് പറയുന്നത്? വാളെന്ന് പറഞ്ഞാൽ വാക്കുകളാണ്. വാക്കുകൾ മനുഷ്യരെ കൊല്ലും. വാക്ക് കേട്ടിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്തു. സാധാരണ ആൾക്കാരൊന്നുമല്ല, വലിയ ആൾക്കാർ. ടെൻഷൻ സഹിക്കാൻ പറ്റാതായി. ഷൗട്ടിങ് പേടിച്ചിട്ട്, ഒച്ചയിടൽ പേടിച്ച് എത്രയോ പേര് ജോലി രാജിവെച്ച് പോയി കളഞ്ഞു. നിൻ്റെ ശമ്പളവും വേണ്ട, സൗകര്യവും വേണ്ട, ഫെസിലിറ്റീസും വേണ്ട, ഞങ്ങൾക്ക് സ്വസ്ഥത മതിയേ എന്നും പറഞ്ഞുകൊണ്ട് എത്രയോ പേര് നാട് വിട്ടുപോയി. കാരണം വാക്കിന് പവറുണ്ട്. പിശാചിൻ്റെ വാക്കിനും മനുഷ്യൻ്റെ വാക്കിനും. പൈശാചിക വാക്കാണെങ്കിലോ അത് മനുഷ്യരെ കൊല്ലുന്നു. അപ്പോൾ ആ വാക്കിനെയൊക്കെ വെട്ടുന്ന ദൈവത്തിൻ്റെ വചനം. പുറത്തുനിന്നൊരു ശബ്ദം ഇങ്ങ് വരുമ്പോൾ അകത്തുനിന്ന് വേറൊരു ശബ്ദം വരിക. യുദ്ധത്തിൽ ശത്രു സൈന്യം അവിടെ നിന്നൊരു മിസൈൽ വിടുമ്പോൾ ഇവിടെ നിന്ന് വേറൊരു മിസൈൽ പോയി തകർക്കുന്ന പോലെ, അല്ലെങ്കിൽ അയൺ ഡോം വെച്ച് മിസൈലുകളെ തടുക്കുന്നത് പോലെ അരുളപ്പാട് നിങ്ങളെ ഇരുവായ്ത്തലുള്ള ഏത് വാളിൽ നിന്നും രക്ഷിക്കുന്നു. പ്രാണനെയും ആത്മാവിനെയും വേർപിടിപ്പിക്കുന്നു. കുലുങ്ങാ നിൽക്കുന്നതാണ് ആത്മാവാണ്. കുലുങ്ങാ നിൽക്കുന്നത് കാറ്റിനാൽ ഉലയുന്ന ഏതാണ്? മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ ടെൻഷൻ ആത്മാവിലേക്ക് വരാതെ വണ്ണം ഈ വചനം കയറി ഇടക്ക് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഗിയറുള്ള വണ്ടി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ക്ലച്ച് ഔട്ടിയാൽ എഞ്ചിനും വീലുമായിട്ടുള്ള ബന്ധം മാറുന്നത് പോലെ എത്ര കാറ്റ് കിടന്ന് അടിച്ചെന്ന് പറഞ്ഞാലും, എത്ര ആക്സിഡൻറ്റ് കൂടിയെന്ന് പറഞ്ഞാലും ഒന്നും ബാധിക്കില്ല. വചനം കയറി ഇടക്ക് വീഴും. സന്ധികളെയും മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചെല്ലുന്നത്. രണ്ടർത്ഥം. ഒന്ന്, അസ്ഥികളെ ബലപ്പെടുത്തുന്നത്, അതിനകത്തുള്ള മാരോസിനെ, മജ്ജകളെ വേർപിടിപ്പിക്കുന്നത്. സത്യത്തിനകത്ത് സത്യം. മനുഷ്യൻ്റെ അകത്തൊരു സത്യം, അതിനകത്ത് ദൈവത്തിൻ്റെ സത്യം. സകല വ്യാജങ്ങളെയും പൊളിക്കുന്നത്, ദൈവത്തിൻ്റെ സത്യത്തിൽ, വെളിച്ചത്തിൽ അകത്ത് ഒരു ബലം തരുന്നത്. മറുവശത്ത് ഒരു ഫിസിക്കൽ ഡെലിവറൻസ് തരുന്നത്, ഒരു മെൻ്റൽ ഇമോഷണൽ ഡെലിവറൻസ് തരുന്നത്, സ്പിരിച്വൽ ബ്ലെസ്സിങ് തരുന്ന വചനം. ഇരുവായ്ത്തല എന്ന് പറയുമ്പോൾ, 2 എഡ്ജ്ഡ് സോഡ് എന്ന് പറയുമ്പോൾ വിഷയം ഡിസൈൻ ചെയ്യുക, അതിന് പരിഹാരം ചെയ്യുക. കണ്ടോ, ഇതെല്ലാം തരുന്നത് വചനമാണ്, ദൈവവചനമാണ്. ആ വചനം ധ്യാനിക്കുമ്പോൾ പുറത്തു വരുന്ന അരുളപ്പാടാണ്. അപ്പോൾ മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങൾ
ലോകം, പിശാച്, പാപം. പരിഹാരം വചനം, വചനം തന്നെയായ മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ്റെ ആ വിടുതൽ അദ്ദേഹം നമുക്ക് വേണ്ടി അർപ്പിച്ചതും അർപ്പിക്കുന്നതും നമ്മൾ റിസീവ് ചെയ്യുന്നതും വചനത്തിൽ തന്നെ. പാപത്തിൻ്റെ പരിഹാരം, ലോകത്തിൽ നിന്നുള്ള വിഷയത്തിൻ്റെ വിടുതൽ, സാത്താനിൽ നിന്നുള്ള വിടുതൽ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലൗകികനല്ല പിതാവേ, അതുപോലെ തന്നെ അങ്ങനെക്ക് തന്നവരും ലൗകികന്മാരല്ല. അതുകൊണ്ട് അങ്ങയുടെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നാശയോഗ്യനായ ഒരുത്തൻ മാത്രം പോയി. ലോകപ്രകാരം ഓടാൻ കൊതിച്ച ഒരുത്തൻ വെള്ളിക്കാശിൽ തട്ടി വീണു. ബാക്കി എല്ലാവരും എന്നെപ്പോലെ നാളത്തെ സന്തോഷം ഇന്ന് കണ്ടുകൊണ്ട് എന്നോട് കൂടെ ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യം, നമുക്ക് വാഗ്ദത്തങ്ങൾ ഒത്തിരിയുണ്ട്. ആത്മീയത്തിൽ, ഭൗതികത്തിൽ, ജീവനും ഭക്തിക്കും വേണ്ടിയത് ദൈവം തക്ക സമയത്ത് തരും. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ സഹിക്കുന്ന ബുദ്ധിമുട്ടുകളോ കഷ്ടങ്ങളോ കാത്തിരിപ്പോ അതെന്തിനു വേണ്ടിയാ? ഇത് പരിശീലിക്കാൻ വേണ്ടി. കർത്താവാണ് നമ്മുടെ സന്തോഷമെന്ന്, വചനമാണ് നമ്മുടെ സന്തോഷമെന്ന് വരുവാനുള്ള തലമുറയോട് അറിയിക്കാൻ വേണ്ടി, ഭാവിയെ നോക്കി പുഞ്ചിരിയിടാൻ വേണ്ടി, നമ്മുടെ അടുത്ത ജനറേഷനെ ഓർത്ത്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ധൈര്യത്തോടെ ഇരിപ്പാൻ വേണ്ടി, നമ്മൾ ബലവാന്മാരാകാൻ, നമ്മൾ കരുത്തന്മാരാകാൻ, നമ്മൾ വചനത്താൽ വഹിക്കപ്പെടുന്നവരാകാൻ, വചനത്താൽ ജീവിക്കുന്നവരാകാൻ ദൈവം നമ്മളെ ഇങ്ങനെ നടത്തുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങളെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുമാറാക്കും. ഓരോ ദിവസവും ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കൃപയും കരുണയും സഹായവും. വിഷയം എന്തോ ആയിക്കൊള്ളട്ടെ, നേരത്തെ പറഞ്ഞ പാപമാണോ സാത്താനാണോ ലോകമാണോ, മഹാപുരോഹിതൻ നിങ്ങൾക്ക് സഹായിക്കും. കാരണം അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ്. സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, യേശുവേ എന്ന് വിളിക്കുക, കൃപാസനത്തിനടുത്ത് ചെല്ലുക, കൃപ പ്രാപിക്കുക, വീണെങ്കിലും എഴുന്നേൽക്കുക, മുന്നോട്ട് നടക്കുക. യേശു കർത്താവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഇന്ന് കണ്ടുകൊണ്ട് സന്തോഷിച്ചു. അതുപോലെ നാളത്തെ സന്തോഷം ഇന്ന് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കൃപ നൽകട്ടെ. ആമേൻ.